ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിവൃത്തിയായി എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. യോഹന്നാൻ 19 അധ്യായം 30 വാക്യം. യേശു പുളിച്ച വീഞ്ഞു കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. നാം വർഷത്തിന്റെ അവസാനത്തിലേക്ക്, അതായത് അവസാന ദിവസത്തിലെത്തിയിരിക്കുന്നു. ദൈവത്തിന്റെ വലിയ കാരുണ്യത്താൽ ഈ വർഷം വിജയകരമായി അവസാനിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു. പുതിയ അനുഗ്രഹങ്ങളും പുതിയ നന്മകളും പുതുവർഷത്തിൽ നമ്മെ കാത്തിരിക്കുന്നു. കർത്താവായ യേശു ക്രൂശിൽ തൂങ്ങിക്കിടക്കുമ്പോൾ തന്നെ അത് നിവൃത്തിയായി എന്ന് വിജയാഹ്ലാദത്തോടെ പ്രഖ്യാപിച്ചു. ഒരു വലിയ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കി രോഗിയുടെ ജീവൻ രക്ഷിക്കുന്ന ഒരു ഡോക്ടറിന്റെ മുഖത്ത് വിജയത്തിന്റെ പുഞ്ചിരി നിങ്ങൾ കണ്ടിരിക്കാം. യുദ്ധം അവസാനിച്ചെന്നും യുദ്ധക്കളത്തിലെ ഉഗ്രശത്രുക്കളുടെ മേൽ വിജയം നേടിയെന്നും സന്തോഷത്തോടെയും വിജയത്തോടെയും പ്രഖ്യാപിക്കുന്ന രാജാക്കന്മാരെ കുറിച്ചും നാം വായിക്കുന്നു. അതുപോലെ നമ്മുടെ കർത്താവായ യേശു കാൽവറിയിലെ പാപത്തിനെതിരായ നമ്മുടെ വിജയത്തിനായി എല്ലാം പൂർത്തിയാക്കി. അത് നിവൃത്തിയായി എന്ന് വിജയകരമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഷാജഹാൻ രാജാവാണ് അതിമനോഹരമായ താജ്മഹൽ നിർമ്മിച്ചത്. ഇന്ന് അത് ലോകാത്ഭുതങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. ആരെങ്കിലും ഉളിയും ചുറ്റികയുമായി വന്ന് താജ്മഹലിനെ കൂടുതൽ മനോഹരമാക്കുമെന്ന് അവകാശപ്പെടാൻ നിങ്ങൾ എന്ത് വിചാരിക്കും? നിങ്ങൾ തീർച്ചയായും പറയും, അനേകം വർഷങ്ങളോളം കഠിനാധ്വാനം ചെയ്ത നിരവധി വിദഗ്ധ ശില്പികളാൽ അത് ഇതിനകം മനോഹരമായി സൃഷ്ടിച്ചു, അത് അതേപടി ഇരിക്കട്ടെ എന്ന്. നിവൃത്തിയായി എന്ന് കർത്താവായ യേശു പറയുമ്പോൾ അതിനർത്ഥം ഇത് പൂർണ്ണമായി പൂർത്തീകരിച്ചു, ഇനി പൂർത്തിയാക്കാൻ അധിക പരിശ്രമം ആവശ്യമില്ല എന്നാണ്. മുഴുവൻ മനുഷ്യരാശിയുടെയും പാപങ്ങൾക്കായി സ്വയം സമർപ്പിച്ചുകൊണ്ട് അവൻ ക്രൂശിൽ നമുക്ക് വേണ്ടി ഇതിനകം രക്ഷ നേടിയിരിക്കുന്നു. അവൻ സാത്താന്റെ തല തകർത്തു, വിജയിയായി. അവൻ എല്ലാ ശാപങ്ങളും തകർത്തു. നമ്മുടെ എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്താൻ അവൻ തന്റെ ശരീരത്തിൽ എല്ലാ അടികളും വഹിച്ചു. പുതിയ നിയമമില്ലാതെ പഴയ നിയമം പൂർത്തിയാക്കാൻ കഴിയുകയില്ല. ക്രൂശിലെ ബലിയില്ലാതെ സുവിശേഷം സാധ്യമല്ല. ക്രൂശിലെ മരണത്തെക്കുറിച്ചുള്ള എല്ലാ പ്രവചനങ്ങളും കാൽവറിയിൽ പൂർത്തീകരിക്കപ്പെട്ടു. കർത്താവായ യേശു മരണത്തിന്റെ വേദനകളിൽ നിന്ന് മോചിതനായി. പഴയ നിയമ വിശുദ്ധനായ ദാവീദ് ഭാവിയിലെ ഒരു സംഭവത്തിനായി ഉറ്റുനോക്കിക്കൊണ്ട് പറഞ്ഞു, കർത്താവ് എന്നെ സംബന്ധിച്ചിടത്തോളം പരിപൂർണമാക്കുമെന്ന്. ഇത് സങ്കീർത്തനം 138 അധ്യായം 8 വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. കർത്താവായ യേശുവിന്റെ ക്രൂശുമരണമായിരുന്നു ആ സംഭവം. എന്നാൽ ഇന്ന് കർത്താവ് സന്തോഷത്തോടെ നിങ്ങളോട് പറയുന്നു, മകനെ, എല്ലാം പൂർത്തിയായി. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഞാൻ നിറവേറ്റി. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഈ പഴയ വർഷം അവസാനിക്കും. അതോടൊപ്പം നിങ്ങളുടെ പഴയ ദുഃഖങ്ങളും വേദനകളും പ്രയാസങ്ങളും നഷ്ടങ്ങളും എല്ലാം അവസാനിക്കും. പുതുവർഷത്തിൽ നിങ്ങൾ പുതിയ സന്തോഷത്തിലേക്ക് പ്രവേശിക്കും. ഒന്നിന്റെ അവസാനത്തിൽ മാത്രമേ നമുക്ക് മറ്റൊന്നിനെ തുടക്കമുണ്ടാകുകയുള്ളൂ. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ വർഷങ്ങൾ കടന്നുപോയി. അനേകം തലമുറകളും നമ്മുടെ പൂർവ്വപിതാക്കന്മാരിൽ പലരും നമ്മെ വിട്ടുപിരിഞ്ഞു. എന്നാൽ നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയിരിക്കും. ആമേൻ, ഹല്ലേലൂയ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സങ്കീർത്തനങ്ങൾ 90 അധ്യായം 1 വാക്യം. കർത്താവെ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സംഗീതമായിരിക്കുന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ മലാക്കി 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങൾ. വൈകുന്നേരം വെളിപ്പാട് 22 അധ്യായം. ആമേൻ.